നമുക്കൊരു ബെസ്റ്റ് ഫാമിലി കാർ വേണം. എന്നാൽ അധികം ക്യാഷ് മുടക്കാനൊന്നും പറ്റത്തില്ല. ഒരു 7 ലക്ഷം രൂപയ്ക്ക് നമുക്ക് മുടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ബലേനോ അല്ലാതെ ഏത് വണ്ടി തെരഞ്ഞെടുക്കാനല്ലേ? കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 7,12,000 മുടക്കുവാണെങ്കിൽ ഈ കിടക്കുന്ന ബലേനോ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. 7,12,000 എന്ന് പറയുന്നത് ഇവന്റെ ബേസ് മോഡലിന്റെ വിലയാണ്. ഈ കിടക്കുന്നതാണ് ഇവന്റെ ബേസ് മോഡൽ, അതായത് സിഗ്മ വേരിയന്റ് ആണ് ഈ കിടക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ഏറ്റവും വില കുറഞ്ഞ സിഗ്മ വേരിയന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് കുറവുള്ളത്. ഇതിന്റെ തൊട്ട് മുകളിലുള്ളത് ഡെൽറ്റ വേരിയന്റ് ആണ്. അത് പക്ഷേ എടുക്കണമെങ്കിൽ 1 ലക്ഷം രൂപയുടെ കൂടുതൽ കൊടുക്കേണ്ടി വരും. എന്നാൽ ഈ 1 ലക്ഷം രൂപയുടെ പകുതിയുടെ പകുതി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താനും പറ്റും. അപ്പൊ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ബേസ് മോഡൽ ബലേനോ നല്ലതായിരിക്കുമോ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ ആദ്യം തന്നെ എഞ്ചിൻ റൂം ഒന്ന് കണ്ടേക്കാം. അപ്പൊ ഇതാണ് എഞ്ചിൻ റൂം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.2 ലിറ്റർ വരുന്ന 4 സിലിണ്ടർ 4 വാൽവ് എഞ്ചിനാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പണ്ടത്തെ പോലെ ഡീസൽ എഞ്ചിനോ ടർബോ എഞ്ചിനോ ഒന്നും വരുന്നില്ല. ഒട്ടും തലവേദന ഇല്ലാത്ത ഒരു അടിപൊളി പെട്രോൾ എഞ്ചിനാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ ഇവിടെയാണെങ്കിലും സൗണ്ടും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വണ്ടിയുടെ പുറമെയുള്ള ലുക്കും കാര്യങ്ങളും പരിചയപ്പെട്ടതിന് ശേഷം ഒന്ന് ഓടിച്ചു നോക്കാവേ. അപ്പൊ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഒന്നാന്തരം വണ്ടി എന്ന് വേണം പറയാൻ. കാരണം തീരെ ചെറുതുമല്ല, എന്നാൽ ഒരുപാട് വലുതുമല്ല, കാണാനാണല്ലോ അടിപൊളി ഒരു ഫാമിലി കാറും. അത്യാവശ്യം നല്ല ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും നല്ല സ്പേസ് ഒക്കെ വരുന്ന വണ്ടികളാണ് ഇവൻ. അപ്പൊ വണ്ടിയുടെ ലുക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതിനൊരു വലിയ വിൻഷീൽഡ് ഏരിയ ആണ് വരുന്നത്. കാരണം അകത്ത് നോക്കുമ്പോഴത്തേക്ക് നല്ല വിസിബിലിറ്റി ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ വിൻഷീൽഡ് ഏരിയ വരുന്നത്. അതിന്റെ താവോട്ട് വരുമ്പോഴത്തേക്ക് വൈപ്പർ വന്നിട്ടുണ്ട്. പക്ഷെ വൈപ്പർ കുറച്ച് പുറത്തേക്കാണ് തള്ളി നിൽക്കുന്നതെങ്കിലും അകത്ത് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു അരോചകവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല വീതിയിലാണ് ബോണറ്റ് ഏരിയ വന്നേക്കുന്നത്. അതിന്റെ താഴേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഇവന്റെ മെയിൻ ആയിട്ടും പറയേണ്ട കാര്യം വന്നേക്കുന്നത്. അതായത് ബേസ് മോഡൽ തൊട്ട് ഫുൾ ഓപ്ഷൻ വരെ എല്ലാത്തിനും പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വന്നേക്കുന്നത്. പക്ഷെ LED അല്ല, ഇതിന്റെ അകത്ത് ഹാലജൻ ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ള പ്രൊജക്ടർ തന്നെയാണ് ഇതിന്റെ അകത്ത് വന്നേക്കുന്നത്. പിന്നെ പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്റർ സൈഡിലായിട്ട് വരുന്നുണ്ട്. പക്ഷെ DRL ഒന്നും ഇതിന്റെ അത് വരുന്നില്ല കേട്ടോ. താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ ഫോഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ബേസ് മോഡലാണ്, ഇതിന്റെ അത് ശരിക്കും പറഞ്ഞ ഫോഗ് ലൈറ്റ് വരുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോഗ് ലൈറ്റ് നമ്മൾ എക്സ്ട്രാ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. പിന്നെ ബമ്പറിലാണെങ്കിലും ചെറിയ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ലുക്കിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ പറയത്തെ കാര്യങ്ങളൊന്നും ഇല്ല, നോർമൽ ഗ്രില്ലാണ്. പക്ഷെ നമ്മുടെ ക്രോമി ഫിനിഷിംഗ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവന്റെ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം ഇവന്റെ വീൽ സൈസ് ആണ്. 185 65 R15 ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം വലിയ വീൽ സൈസ് ആണ് വന്നേക്കുന്നത്. അതിന്റെ ഒപ്പം ഈ ഒരു വീൽ കപ്പ് ഇത് നമുക്ക് കമ്പനിയിൽ നിന്ന് വരുന്നില്ല, ബേസ് മോഡലിൽ ഇല്ലാത്തൊരു ഐറ്റം ആണ്. ഇത് നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 170 മില്ലിമീറ്റർ ആണ് വരുന്നത്. പിന്നെ സൈഡിലെ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിറർ ബ്ലാക്ക് ആണ് വന്നേക്കുന്നത്, ബോഡി കളർ ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ആണെങ്കിലും നമുക്ക് ഫെൻഡറിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം വലിയ വിൻഡോ ഏരിയ ഒക്കെയാണ് വന്നേക്കുന്നത്. അകത്തിരുന്ന് നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്, അരോചകം ഫീൽ ചെയ്യത്തുമില്ല. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ ആണെങ്കിലും ബ്ലാക്കിലാണ് വന്നേക്കുന്നത്, ക്രോമിയോ ബോഡി കളർ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ഡോർ ആണെങ്കിലും അത്യാവശ്യം വൈഡ് ആയിട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. ഇതാണ്ട് ഇത്രയാണ് തുറക്കാൻ പറ്റുന്നത്. അകത്തേക്കുള്ള കാര്യങ്ങൾ ഞാൻ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാം കേട്ടോ. അതുപോലെ താണ്ട് ഇവിടെയാണെങ്കിലും ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇവന്റെ ഡിസൈനിന്റെ കേസ് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഒഴുകി പുറകോട്ട് വരുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഷേപ്പ് വെച്ചേക്കുന്നത്. ബാക്കിൽ മെയിൻ ആയിട്ടും പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ടെയിൽ ലൈറ്റ് ആണ്. കാരണം LED കൂടെ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്താൻ മാരുതി ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു കുറവ് വന്നേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ വൈപ്പർ ഒന്നും വരുന്നില്ല. അതേസമയം നല്ലൊരു സ്പോയിലർ വരുന്നുണ്ട്. മുകളിലാണെങ്കിലും ആന്റിന ഉണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്, റിവേഴ്സ് സെൻസറും വരുന്നുണ്ട്. അതിൽ തന്നെ ഈ റിവേഴ്സ് ക്യാമറ എന്ന് പറയുന്നത് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ ചെറിയ കട്ടിങ്ങും ബലേനയുടെ ബാഡ്ജിങ് ഒക്കെ പുറകിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബൂട്ട് സ്പേസ് കൂടെ ഒന്ന് കണ്ടേക്കാം. അപ്പൊ ഇതാണ് ഇവന്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലപോലെ ബൂട്ട് സ്പേസ് ഉണ്ട്. അതായത് 318 ലിറ്റർ ആണ് വരുന്നത്. ആവശ്യത്തിനുള്ള സ്പേസ് തന്നെ ഉണ്ട്. അതുപോലെ പാർസൽ ട്രേ ഒന്നും വന്നിട്ടില്ല, അതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ ബാക്കിൽ നിന്ന് ഇത്രയൊക്കെ നമുക്ക് മെയിൻ ആയിട്ടും പറയാവുള്ളൂ. അപ്പൊ നമുക്ക് അകത്തോട്ടുള്ള കാര്യങ്ങൾ കാണാവേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റീരിയറിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ നല്ല സൈലന്റാ. അതായത് അകത്തോട്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കിടക്കുവാണോ എന്നുള്ളൊരു ഫീല് പോലും തോന്നില്ല, അത്രയും സൈലന്റാ. ആകെയുള്ള സൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു AC ഇട്ടേക്കുന്നതിന്റെ സൗണ്ട് മാത്രമേ അകത്ത് ആകെ കേൾക്കാവുള്ളൂ. പുറത്താണെങ്കിലും അതുപോലെ തന്നെയാണ്, ഒട്ടും സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു കിടുക്കൻ എഞ്ചിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇവന്റെ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബേസ് മോഡലാണ്, ഇതിന്റെ അകത്ത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നില്ല. ഇത് നമ്മൾ ഷോറൂമിൽ തന്നെ ചെയ്തിരിക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തലവേദന ഇല്ലാതെ സംഭവം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കോളിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കോളിങ്ങിന്റെ മൈക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ ആകെയുള്ള അരോചകം ഇതിൻ്റെ അകത്ത് നമുക്ക് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നില്ല. അതായത് ഇതിന്റെ തൊട്ട് മുകളിലുള്ള സിഗ്മ വേരിയന്റ് നോക്കുകയാണെങ്കിൽ, അല്ല ഡെൽറ്റ വേരിയന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഈ പറയുന്ന കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ടെന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ.
ഓക്കെ, അതിന്റെ താഴോട്ട് വരുമ്പോഴത്തേക്ക് എ സി വെന്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതിന്റെ താഴെയാണ് എ സി വെന്റിന്റെ കൺട്രോളും കാര്യങ്ങളും വരുന്നത്. അതിന്റെ തന്നെ ചെറിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ കൺട്രോൾ ബട്ടൺ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല രസമുണ്ട് ഇങ്ങനെ ചുമ്മാ അപ്പ് ആൻഡ് ഡൗൺ. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ എ സിയുടെ കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം. അതിന്റെ താഴെയാണ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം ബേസിക് ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉള്ള സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേരിയന്റിൽ ചുമ്മാ നമുക്ക് വണ്ടി ഓടിക്കും ഫോൺ കാനും വെക്കാനൊക്കെ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, പിന്നെ അതിൻ്റെ ഇവിടെ 12 വോൾട്ടിന്റെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ചെറിയ 2 പോക്കറ്റ് വരുന്നുണ്ട്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിന്റെ ലിവറാണ് ഈ വരുന്നത്. നമുക്ക് റിവേഴ്സ് ഒന്ന് ഇട്ട് കാണിക്കാവേ. ഓക്കെ, ഇതാണ് റിവേഴ്സ് ക്യാമറയുടെ ആ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ എക്സ്ട്രാ ചെയ്താന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ താണ്ടെ ഇവിടെ ചെറിയൊരു പോക്കറ്റ്, പണ്ട് നമ്മുടെ ബൈജോൺ നായർ പറഞ്ഞാൽ വല്ല തീപ്പെട്ടി ഇട്ട് വെക്കാൻ അത്രയൊക്കെ ഉള്ളൂ, ഇത്ര ഉള്ളൂ സ്പേസ്. തീപ്പെട്ടി വല്ല ലൈറ്ററൊക്കെ ഇട്ട് വെക്കാം. ഇവിടെ എന്തിനോ ഒരു സംഭവം. ഓക്കെ, പിന്നെ സീറ്റ് നല്ല കുഷനിങ് കിട്ടുന്ന നല്ലൊരു സീറ്റ് തന്നെയാണ്. ഇരിക്കുമ്പോൾ നല്ല പതപതാന്നിരിക്കും, ആ ഒരു സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ടോർപ്പാട് കാണാലോ, ചെറിയൊരു ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്നെ കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഈ സെയിം മെറ്റീരിയൽ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുകളിലും താഴെ വേറെ വേറെ സംഭവങ്ങളാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിലാണെങ്കിലും ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് വരുന്നത്. താഴെ ചെറിയ പോക്കറ്റ് ഉണ്ട്, അതിൻ്റെ അപ്പുറം സ്പീക്കറുണ്ട്. ഓക്കെ, ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മൾട്ടി കളർ എന്ന് പറയാം. ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളർ. ഓക്കെ, ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഗ്ലോ ബോക്സിനകത്ത് നിറച്ച് സാധനങ്ങളാണ്. ഇതിനുള്ള ചെറിയ ഗ്ലോ ബോക്സ് ആണ്, അധികം സ്പേസും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ വെച്ചപ്പോൾ തന്നെ സംഭവം കംപ്ലീറ്റ് ആയി. പിന്നെ അതുപോലെ വിശാലമായിട്ട് കിടക്കുവാണ് ഈ ഡാഷ്ബോർഡ് ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. പിന്നെ അതുപോലെ ഞാൻ വൈപ്പറിൻ്റെ കേസ് പറഞ്ഞില്ലേ, ആ വൈപ്പറിൻ്റെ ആ ഒരു ഓടിക്കുമ്പോൾ ആ ഒരു ഫീലില്ല, പക്ഷെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു അരോചകം വേണേ തോന്നാം. ഓക്കെ, അപ്പം ഡോർപ്പാൻ്റെ കേസ് ഞാൻ അപ്പുറത്ത് ലൈറ്റ് ഇല്ലായിരുന്നല്ലോ, അപ്പം ഇപ്പുറം നല്ല ലൈറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് സെയിം മെറ്റീരിയലാണ്, പക്ഷേ കളർ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷേ ഇത് തുണിയുടെ മെറ്റീരിയലാണ്, ഇതും അത് തന്നെയാണ്. പിന്നെ അതുപോലെ നാട്ടെ നമുക്ക് പവർ വിൻഡോയുടെ സ്വിച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. 4 ഡോറും പവർ വിൻഡോ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക് അപ്പ് ആൻഡ് ഡൗൺ ആണേ. ഓക്കെ, 1 ടച്ച് തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. ഇത് ലോക്കാണ്, ലോക്കിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ബാക്കിയുള്ള കൺട്രോൾസ് വരുന്നത്. അതായത് ട്രാക്ഷൻ കൺട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മീറ്ററിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ലൈറ്റ് അല്ലോ. ഇതാണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ അനലോഗും ഡിജിറ്റലും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും അനലോഗും, ബാക്കിയുള്ള ഓഡോമീറ്ററും ഫ്യൂൽ ഗേജ്, ടെമ്പറേച്ചർ, ക്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിജിറ്റലുമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതാണ്ട് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല, അതൊക്കെ നമ്മുടെ ബാക്കിലോട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ഹാൻഡിലും കാര്യങ്ങളെല്ലാം അകത്ത് വരുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരുപാടൊന്നും ഇല്ല. ഓക്കെ, ഒരു കാര്യം പറഞ്ഞില്ല, ഇതിന് നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടി ഓഫ് ചെയ്തിട്ട് ബാക്കിലോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പം ഞാനിതാണ്ട് സീറ്റ് എൻ്റെ കറക്റ്റ് കണ്ടീഷനിലാണ് ഇട്ടിരിക്കുന്നത്. ഇത്ര ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഞാൻ ഓടിക്കുന്ന ആ ഒരു രീതിയിൽ. അപ്പം ഇതേ പൊസിഷനിൽ നമുക്ക് ബാക്കിൽ എന്തൊരു സ്പേസ് ഉണ്ടെന്ന് വേണം നോക്കാൻ. അപ്പം നോക്കാം. ഇതാണ് മോനെ സ്പേസ്. ഇത്ര സ്പേസ്. കവറും കൂടെ കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി തള്ളി വെക്കുന്നുള്ളൂ. ഇതാണ് ഈ ഒരു ലെവലിൽ നല്ല സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പം 5 പേർക്ക് വിശാലമായിട്ട് ഈസി ആയിട്ട് ഇരുന്ന് അങ്ങ് പോവാം. പിന്നെ ഈ മാറ്റൊക്കെ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞില്ല, നമുക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന സംഭവം അതിൻ്റെ അകത്ത് വന്നേക്കുന്നതാണ്. ഇവിടെ ചെറിയൊരു പോക്കറ്റ് വരുന്നുണ്ട്, അകത്തോട്ട് വേണമെങ്കിൽ ഒരു ഫോണൊക്കെ വേണമെങ്കിൽ ഇട്ട് വെക്കാം. അതുപോലെ തന്നെ ഇവിടെ താണ്ടെ 12 വോൾട്ടിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്, അതിൻ്റെ താഴെ ഒരു പോക്കറ്റും കൂടെ വരുന്നുണ്ട്. പിന്നെ ഒരു ഡോറിലാണെങ്കിലും ബാക്കിലും പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ബേസിക് തന്നെ, സ്പീക്കർ കാര്യങ്ങളൊക്കെ, ഡോർ ഹാൻഡിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോർമൽ സംഭവം തന്നെ. ബാക്കിൽ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു ഇതും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ അകത്തൊരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റിയ സാധനമാണേ. പിന്നെ നമുക്ക് ഹെഡ് റൂം ആണെങ്കിൽ അത്യാവശ്യം ഉണ്ട്, ഒന്നും പേടിക്കാനൊന്നുമില്ല. തലയിടിക്കുന്നതിന് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ തലയിടിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒന്നും തന്നെ നോക്കാനില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓക്കെ ആംറസ്റ്റ് ഒന്നും വരുന്നില്ല, നോർമൽ സംഭവം തന്നെയാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമുക്ക് ബാക്കിൽ അങ്ങനെ ഒരുപാട് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമുക്ക് ഒരുപാട് ഹുക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എല്ലാം തൂക്കിയിടാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയെല്ലാം തൂക്കിയിട്ടൊക്കെ പോകാം. പിന്നെ നമുക്ക് നമ്മുടെ എയർ ബാഗിൻ്റെ കണ്ടില്ലേ, ഇവിടെ എയർ ബാഗിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും എയർ ബാഗിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എയർ ബാഗ് കൊണ്ട് അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ടുള്ള സംഭവം തന്നെയാണ് ഇത്. അപ്പൊ ഗൈസ് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. കാരണം നമ്മൾ ഇത്ര നേരം വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോ വണ്ടിയുടെ ഓടിക്കുമ്പോൾ ഫീൽ എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു വേരിയന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണോ, അതല്ലെങ്കിൽ മറ്റു വേരിയന്റ് ആണോ എടുക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളോട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ പ്രൈസ് പോയിന്റിൽ നിന്ന് തുടങ്ങിയേക്കാം. അതായത് 7.12 ലക്ഷമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് ഇത് സിഗ്മ എന്ന് പറയുന്ന ഏറ്റവും ബേസ് വേരിയന്റ് ആയിട്ടുള്ള മോഡലാണ്.
അപ്പം ഇതിന്ന് തൊട്ട് മുകളിലുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ വേരിയന്റ് എടുക്കണമെങ്കിൽ 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ഡെൽറ്റ കിട്ടുള്ളൂ. അപ്പൊ ഈ സിഗ്മെന്റ് ഡെൽറ്റ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താ കൂടുതൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം നമ്മുടെ ഡെൽറ്റയ്ക്കകത്ത് വരുന്നുണ്ട്, അതുപോലെ സ്റ്റിയറിംഗിൽ തന്നെ അതിന്റെ കൺട്രോളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് മിറർ ആണെങ്കിലും ബോഡി കളർ ആക്കിയിട്ട് അതിൽ തന്നെ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഡെൽറ്റ വേരിയന്റിൽ എക്സ്ട്രാ വന്നേക്കുന്നത്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് എക്സ്ട്രാ വന്നേക്കുന്ന സാധനം മാത്രമാണ് ഈ പറഞ്ഞ 1-2 കാര്യങ്ങൾ മാത്രം. പക്ഷെ ഇതിന്റെ അകത്ത് നമ്മൾ കുറച്ച് എക്സ്ട്രാ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഇല്ലായിരുന്നു, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്പീക്കർ 4 ഡോറിനകത്തും ഇല്ലായിരുന്നു, അത് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലൈറ്റ് ഇല്ലായിരുന്നു, അത് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഇല്ലായിരുന്നു, അത് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കവർ ചെയ്തിട്ടുണ്ട്, മാറ്റ് ചെയ്തിട്ടുണ്ട്, വീൽ കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ആകെ വന്നേക്കുന്ന എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 25,000 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ കിട്ടുന്ന ഡെൽറ്റ വേരിയന്റിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിന്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. അതും വെറും 25,000 രൂപ മാത്രമേ എക്സ്ട്രാ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഡെൽറ്റ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം മാത്രം മിസ്സിംഗ് ഉള്ളൂ. അത് ഇതിനകത്ത് ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോളാണ്. അത് വേണേ നമുക്കൊരു 5,000 രൂപ അല്ലെങ്കിൽ 8,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതും കൂടെ ചെയ്യാം. എന്നാലും ഒരു 30 രൂപ അല്ലെങ്കിൽ 32 രൂപ റേഞ്ചിലോട്ടേ നമുക്ക് ഈ ഒരു എക്സ്ട്രാ വർക്കിന് വേണ്ടി വരുന്നുള്ളൂ. അപ്പൊ എന്തുകൊണ്ടും ഞാൻ പറയുന്നത് ഈ ഒരു ബേസ് മോഡൽ എടുത്തിട്ട് കുറച്ചും കൂടെ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്തിട്ട് എടുക്കുക എന്ന് പറയുന്ന സംഭവമാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഡെൽറ്റ അത്രയും ക്യാഷ് കൊടുത്ത് അതിനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇനിയിപ്പോ ബാക്കി നമ്മുടെ ഓടിക്കുമുള്ള കേസും കൂടെ പറയാം. അതായത് ഒന്നാമത്തെ കാര്യം, കംഫർട്ടിന്റെ കേസിൽ ഒരു രക്ഷയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു സ്റ്റിയറിംഗ് കവറിന്റെ ആണോ, അതല്ലെങ്കിൽ സീറ്റിന്റെ ആണോ, അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിന്റെ ആ ഒരു കറക്റ്റ് പവർ ഡെലിവറി കൊണ്ടാണോ, എന്തുകൊണ്ടാണെങ്കിലും നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു എന്നാ പറയാ, ഒട്ടും മടുപ്പില്ലാത്ത രീതിയിൽ ഒരു സുഖമായിട്ട് ഇരുന്ന് പോകുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കാരണം ഇപ്പൊ 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന ഈ ഒരു വിലയ്ക്ക് വരുന്ന മറ്റൊരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഗ്നീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇത് വരുന്നുണ്ട്, എന്നാ ഫ്രോൺസ് വരുന്നുണ്ട്. അപ്പൊ ഈ വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഒരു സംഭവം ഇതിന്റെ അകത്ത് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എഞ്ചിൻ കാര്യം നോക്കുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി എഞ്ചിൻ ബേ കാണിച്ച സമയത്ത് ഞാൻ എഞ്ചിന്റെ ഡീറ്റെയിൽസ് ഷോർട്ട് ആക്കിയെന്ന് പറഞ്ഞിരുന്നു. അതായത് 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ഒരു 88 bhp 113 എന്ന ടോർക്കുമാണ് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്നത്. അപ്പം നമുക്ക് നല്ല കുഴപ്പമില്ലാത്ത ഒരു എഞ്ചിനാണ് വേണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4 സിലിണ്ടർ എഞ്ചിനാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. കാരണം നമുക്കറിയാം ഇപ്പൊ മാരുതി കൂടുതലും 3 സിലിണ്ടർ എഞ്ചിനെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ഒരു ബെറ്റർ ആയിട്ടുള്ള 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് ഇത്. പിന്നെ മൈലേജിന്റെ കേസിലാണെങ്കിലും വലിയ ശോകമൊന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് 15.9 ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ലോക്കൽ ഓട്ടം 15.9 കിലോമീറ്റർ. അപ്പൊ നമുക്ക് ലോങ് ഒക്കെ പോകുന്ന സമയത്താണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 18 കിലോമീറ്റർ റേഞ്ചിലോട്ടൊക്കെ കാണിക്കും. പിന്നെ AC ഇട്ടിട്ടും കൂടെയാണ് ഈ പറയുന്ന റേഞ്ചിലോട്ട് വന്നേക്കുന്നത്. പിന്നെ മാരുതി പിന്നെ പണ്ടേ നമുക്ക് മൈലേജിന്റെ കേസിൽ ടെൻഷനേ വേണ്ട, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് നമുക്ക് തരും. അപ്പൊ ഈ മൈലേജ് തരുമ്പോഴത്തേക്ക് സേഫ്റ്റിക്കകത്ത് എന്തെങ്കിലും കുറവ് വരുമോ? കാരണം മാരുതിയുടെ കേസിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ട കേസാണ് സേഫ്റ്റിയുടെ കാര്യം. അപ്പൊ സേഫ്റ്റിയുടെ കേസിൽ ഇപ്പം മാരുതി നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് 6 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, EBD വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ സേഫ്റ്റി സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മൈലേജിന്റെ പ്രശ്നവും മാറി, സേഫ്റ്റിയുടെ കാര്യവും മാറി. പിന്നെ എന്നാ പറയാ, മൊത്തത്തിൽ ആ ഒരു മാരുതിയുടെ ആ ഒരു പഴയ പേടിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ വിശാലമായിട്ടുള്ള ഇന്റീരിയർ ആണ്, അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള വിൻഷീൽഡ് ഏരിയ ആണ്, പിന്നെ അതുപോലെ വിൻഡോ ഏരിയ ആണെങ്കിലും വിശാലമാണ്, എല്ലാം വിശാലമാണ്, സ്പേസ് വിശാലമാണ്. അപ്പം ഒരിക്കലും മടുപ്പില്ല. നമുക്ക് ലോങ് പോകാനാണെങ്കിലും ഡെയിലി യൂസ് ആണെങ്കിലും ഒരിക്കലും മടുപ്പ് വരാത്തൊരു കിടുക്കൻ വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി. പിന്നെ പലരും ചോദിക്കും 7 ലക്ഷം രൂപയ്ക്ക് ചെറിയ വണ്ടികൾ വേറെ കിട്ടുമല്ലോ. ഇപ്പം എന്നാ പറയാ, നമ്മുടെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സാധനം നമ്മുടെ ടാറ്റയുടെ പഞ്ച് കിട്ടും, ഒരു കുഞ്ഞ് SUV ഷേപ്പ് തോന്നുന്ന ഒരു വണ്ടിയൊക്കെയാണ് അത് കിട്ടുന്നത്. അപ്പൊ ആ വണ്ടി പോരെ എന്നൊക്കെ ചിലപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു എന്തുകൊണ്ട് ഈ വണ്ടി തന്നെ ആയിരിക്കും ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ഓടിക്കുന്നതിന് സുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവലാണ്. കാരണം വൈബ്രേഷൻ കുറയും, നോയ്സ് കുറയും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ അത് വ്യത്യാസം വരും. പിന്നെ അതുപോലെ ഫ്യൂവൽ എഫിഷ്യൻസി ആണെങ്കിലും വലിയ കുഴപ്പമില്ല, കംഫർട്ട് ഉണ്ട്. പിന്നെ ആവശ്യത്തിന് സ്പേസ്, അതാണ് ഏറ്റവും ഇതായിട്ട് പറയുന്നത്. കാരണം നമ്മുടെ ഫ്രണ്ടില് അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരാൾ ഇരുന്നാൽ പോലും, അല്ലെങ്കിൽ നല്ല ഹൈറ്റ് ഉള്ള ഒരാൾ ഇരുന്നാൽ പോലും സീറ്റ് എന്തോരം ബാക്കിലിട്ടാലും ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാകത്തില്ല. പിന്നെ ബൂട്ട് സ്പേസ് ആണെങ്കിലും നല്ലപോലെ ഉണ്ട്. കാരണം വണ്ടിക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് ഒക്കെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല. പിന്നെ ആകെ ഈ ഒരു കുറ്റം പറയാൻ പറ്റിയ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വേരിയന്റ് വേണേൽ കുറ്റം പറയാം. കാരണം വേരിയന്റ് ഈ പറയുന്ന പോലെ ബേസ് മോഡൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താകും എന്നുള്ള ചിന്ത. ഇപ്പൊ നിങ്ങൾക്ക് മറ്റേ എന്നാ പറയാ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ വേണം, അതല്ലെങ്കിൽ വേറെ തന്നെ അതിന്റെ എക്സ്ട്രാ വരുന്നത്, റിവേഴ്സിൽ അല്ല ബാക്കിൽ വൈപ്പർ വേണം, അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഫുൾ ഓപ്ഷൻ വേണേ പോയിട്ട് എടുക്കാം. അല്ല ഇതിന്റെ തൊട്ട് മുകളിലുള്ള വേരിയന്റ് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് പ്രൈസ് പോയിന്റിനകത്ത് എന്നാ പറയാ, ചെറിയ വ്യത്യാസങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം നമുക്കൊരു സാധാരണ ഇപ്പം എന്നാ പറയാ, ഒരു സാധാരണക്കാരന് ഒരു നല്ലൊരു വണ്ടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി തന്നെ മതിയെന്നേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്കെല്ലാം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 10-25 കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ആഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ നിർത്താം. നമുക്ക് നല്ലൊരു വണ്ടിയായിട്ട് നമുക്ക് അടുത്ത തവണ വരാം. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ആഡ് ചെയ്തിട്ടോ. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം.